ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ ഇത് കണ്ടിട്ട് ഈ കാടും പടലും വെച്ചിട്ട് ഇത് എന്ത് ഏർപ്പെടുന്ന ആരെങ്കിലും വിചാരിച്ചാ? എന്നാ പറയാം, നമുക്കിന്നൊരു അടിപൊളി ഗ്രീൻ ചിക്കൻ കറി ഉണ്ടാക്കിയല്ലോ. അപ്പൊ ഇത് നോമ്പുകാലാണല്ലോ, ഈ നോമ്പ് തുറക്കി നമുക്ക് എല്ലാവർക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ ചിക്കൻ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ചധികം മല്ലിയിലയുടെ പാതി പുതിനയില നമുക്ക് വേണം. മല്ലിയും പുതിന കഴുകി വൃത്തിയാക്കി ഒടിച്ചു നോക്കി അതിലിട. പുതിനയുടെ തണ്ടെടുക്കണില്ല കേട്ടാ. മല്ലിയുടെ തണ്ടെടുത്തു, പുതിനയുടെ തണ്ട് മാറ്റി അതിലോട്ട് ഇടാം. പിന്നെ ഇതിലോട്ട് വേണ്ടത് ആവശ്യത്തിന് ഇഞ്ചി, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, വേണമെങ്കിൽ ഒരു അല്പം കുരുമുളക്, പിന്നെ കുറച്ച് ഹോൾ സ്പൈസസ്. ഇതിൽ വലിയ മസാല ബഹളങ്ങളൊന്നുമില്ല. അപ്പൊ ഹോൾ സ്പൈസസ് എന്ന് പറയുമ്പോൾ ഒരല്പം പെരിഞ്ചീരകം, 2-3 ഗ്രാമ്പൂ, ഒരു കഷ്ണം പട്ട, ഒരു 3-4 ഏലക്കായ, അത്രേ വേണ്ടോ. അപ്പൊ നേരത്തെ പറഞ്ഞ മല്ലിയും പുതിനയും ഈ ഹോൾ സ്പൈസസ് എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇടുക. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു അല്പം കുരുമുളക് പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് വലിയൊരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർക്കുക. നാരങ്ങ ചേർക്കുമ്പോൾ അതിന്റെ കുരുപെടാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്റെ നാരങ്ങയ്ക്ക് നീര് നല്ലോണം കുറവായിരുന്നത് ഞാൻ ഇവിടെ 2 നാരങ്ങ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മസാല അരച്ചെടുത്തിട്ടുണ്ട്, ബാക്കി സംഭവങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി വേണ്ടത് കുറച്ച് സവാള നുറുക്കിയത്, തക്കാളി നുറുക്കിയത്, പിന്നെ തേങ്ങാപ്പാല്. അത് ഓപ്ഷനിലാട്ടോ. നമ്മുടെ പാത്രം സ്റ്റൗമ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് ഓയിലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ശരിക്കും നോർത്ത് ഇന്ത്യൻ ചിക്കൻ കറിയാണ്. അത് ഞാൻ എൻ്റെ രീതിക്കൊന്നും മലയാളികൾക്കരിച്ചതാട്ടാ. നോർത്ത് ഇന്ത്യക്കാരുടെ ശരിക്കും ഗ്രീൻ ചിക്കൻ കറി ഇതൊന്നുമല്ല, ഇതിനേക്കാളും കുറച്ച് വ്യത്യാസമാണ്. അപ്പൊ ഞാൻ ഇത് എൻ്റെ സ്റ്റൈലിന് വെച്ചതാ. അപ്പൊ നമ്മുടെ പാത്രം ചൂടായി. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് നന്നായി കനം കുറച്ചരിഞ്ഞ 2 വലിയ സവാള ചേർക്കാട്ടോ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഏകദേശം 1 കിലോ ചിക്കൻ്റെ അടുത്ത് ഒരു ക്വാണ്ടിറ്റി. അതിലോട്ടുള്ള അളവുകളാട്ടെ ഈ പറയുന്നത്. പിന്നെ ഇതെല്ലാം നമ്മുടെ ഒരു കൈ കണക്കാണല്ലോ, നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചെടുക്കുക എല്ലാ ഐറ്റംസും. ഇനിയിപ്പോൾ ഈ സവാളയിലോട്ട് നമുക്ക് ഒരല്പം ഉപ്പ് ചേർക്കാട്ടോ. ഉപ്പ് ചേർത്ത് വഴറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സവാള വേഗം വഴഞ്ഞ് കിട്ടും. ഇപ്പം നമുക്ക് ഈ സവാള ഒരുപാടൊന്നും വഴറ്റണ്ട, നന്നായിട്ടൊന്ന് കളറ് മാറി തുടങ്ങിയാൽ മതി, ഗോൾഡൻ ഒന്നും ആവണ്ട. ഇപ്പോൾ സവാള കളറ് മാറി തുടങ്ങിയപ്പോൾ ഞാൻ തക്കാളി ചേർത്തു. 2 മീഡിയം സൈസ് തക്കാളി ഇട്ടെടുത്തിരിക്കുന്നത്. ഇനി ഈ സവാളയുടെ കൂടെ തക്കാളി കിടന്ന് വാടി വരട്ടെ. ഈ തക്കാളി വെന്ത് പേസ്റ്റ് പരുവൊന്നും ആവണ്ട, നല്ലപോലെ വഴഞ്ഞ് സോഫ്റ്റ് ആവണം, അത്രേ ഉള്ളൂ. ഇപ്പം നമ്മുടെ തക്കാളി ഏകദേശം ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മല്ലി പുതിന പേസ്റ്റ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് ഈ സമയത്ത് പാത്രം കഴുകി വെള്ളം ചേർക്കായിരിക്കും കേട്ടോ. ഇതൊന്ന് വാടട്ടെ, ആ സമയത്ത് നമുക്ക് ചേർക്കാം. നല്ല പച്ച പേസ്റ്റ് കൊടുക്കണം. നോക്കിയേ എന്താ ഭംഗി. ഈ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഓരോ സ്റ്റേജിലുള്ള കളർ ഡിഫറൻസുകൾ നോക്കി ആസ്വദിക്കുന്ന ഒരു ഏർപ്പാട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എനിക്ക് അങ്ങനെയാട്ടോ. ഇനിയിപ്പോൾ മസാലയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ സവാള വഴറ്റാനുള്ള ഒരു അല്പം ഉപ്പല്ല ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. ഉപ്പൊക്കെ ഞാൻ നോക്കിയപ്പോൾ നല്ല പാകമായിട്ട് തോന്നിയിട്ട്. ഇനി ഈ മസാല നന്നായിട്ട് വഴറ്റണം കേട്ടോ. അതിൻ്റെ പച്ച മണം മാറുന്ന വരയ്ക്ക് നല്ലോണം വഴറ്റുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ചേർക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 1 കിലോ ചിക്കനാട്ടോ. നമ്മൾ ഈ ചിക്കൻ ചേർക്കണ സമയത്ത് വെള്ളം ഒഴിക്കിയിരിക്കും കേട്ടോ. കാരണം നമ്മൾ മസാലകളൊന്നും പരട്ടി വയ്ക്കാത്ത ചിക്കനാണല്ലോ. അപ്പോൾ നമ്മൾ ഈ വഴറ്റി വെച്ച് നോക്കുന്ന മസാല ചിക്കനിൽ പിടിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഇനി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഈ ചിക്കനിലെ എല്ലാ ഭാഗത്തും ഈ മസാല ഇങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം. ആ ലെവലിൽ മിക്സ് ചെയ്യുക. ഇപ്പോൾ ലോ ഫ്ലെയിം ആക്കാൻ ആരും മറക്കരിക്കുക. അല്ലെങ്കിൽ ഇത് നമ്മൾ 2-3 മിനിറ്റ് ഇങ്ങനെ നിന്ന് ഇളക്കുമ്പോഴേക്കും ചിക്കൻ കരിഞ്ഞിട്ടുണ്ടാവും. 2-3 മിനിറ്റ് ഇതുപോലെ നിന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെ ആയിട്ട് ഇനി നമുക്ക് പാകമായി തുടങ്ങിയിട്ടാ. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് മിക്സ് ആയിട്ട് ഇനി ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ചേർക്കാം, വേവാൻ ആവശ്യത്തിന്. ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം ചേർത്തിരിക്കും കേട്ടോ. നമ്മൾ നോക്കി കുറേശ്ശെ ചേർത്ത് ഇളക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കറിയാൻ തോരം വെള്ളം വേണമെന്ന്. തേങ്ങാപ്പാലും കൂടി ചേർക്കണ കാരണം വെള്ളം അധികം ആവണ്ട. അപ്പോൾ ഇതുപോലെ നോക്കി കുറേശ്ശെ ചേർത്ത് ഇളക്കാം. അങ്ങനെ വെള്ളം ചേർത്ത് ഇളക്കി ഇനി നമ്മൾ ഈ ചിക്കൻ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ നമ്മളിത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റഞ്ഞി. എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിക്കൻ അടുക്കി പിടിക്കും. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ കറിക്ക് അധികം മസാലകളൊന്നും ഇല്ല. ഇഞ്ചി, പച്ചമുളക്, കുരുമുളക് പൊടി, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം. ഈ ഹോൾ സ്പൈസസ് ഒക്കെ നമ്മൾ വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് മസാലകൾ കുറവായ കാരണം ഈ നോമ്പ് കാലത്ത് നീണ്ട നേരത്തെ ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കുമ്പോഴേ അസിഡിറ്റിയുടെ ഒക്കെ പ്രോബ്ലം ഉള്ളവർക്ക് വളരെ ബെസ്റ്റ് ഓപ്ഷനാണ് ഇങ്ങനെ മസാലകൾ കുറഞ്ഞ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞ് നമ്മുടെ ചിക്കൻ വെന്തു. ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാനിവിടെ 1-ാം പാലും 2-ാം പാലൊന്നും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. 1-ാം പാലും 2-ാം പാലും മാറ്റി വെച്ച് ഈ 2-ാം പാലിൽ ചിക്കൻ വേവിച്ചെടുക്കാം. നമ്മൾ നേരത്തെ വെള്ളം ചേർത്തില്ലേ, അതിന് പകരമായിട്ട് ഞാൻ എളുപ്പപ്പണിക്ക് 1-ാം പാലും 2-ാം പാലും മാറ്റാണ്ട്
ഒന്നിച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുത്തു കേട്ടോ. പിന്നെ ഈ വെള്ളത്തിന്റെയും തേങ്ങാപ്പാലിന്റെയും അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് ചേർക്കാം. കറിയൊക്കെ വെച്ച് കുറച്ച് നേരം ചൂടാറാൻ വെച്ച് കഴിയുമ്പോഴേക്കും ഇതൊന്ന് തിക്കാവും. അപ്പൊ അതും കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മൾ കറിക്ക് വെള്ളം ചേർക്കാൻ. ഇനിയിപ്പോ രണ്ടാം പാലിൽ ചിക്കൻ വേവിച്ചിട്ട് ഒന്നാം പാല് ചേർക്കണവരാണെന്നുണ്ടെങ്കിൽ തീ ലോ ഫ്ലെയിമിൽ വെച്ചോളൂ കേട്ടോ. ഞാനിപ്പോ ഇവിടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിക്കുന്നത്. ഒന്നാം പാല് മാറ്റി വെച്ചിട്ട് ചേർക്കണമെന്ന് വെച്ചാൽ ഒരിക്കലും തിളപ്പിക്കരുത്. ഒന്നാം പാല് തിളച്ചു കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ഒന്നാം പാല് ചേർക്കുമ്പോൾ നമ്മൾ തിള വരാൻ അനുവദിക്കാതെ തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നല്ലോണം വെള്ളം തോന്നും, അത് നോക്കിയിട്ട് കാര്യമില്ല. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി തിക്കാവും ട്ടാ. അതെ, നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ചപ്പാത്തിയുടെ കൂടെയായിട്ടാണ് കഴിക്കുന്നത്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ ചോറിന്റെ കൂടെയോ എന്തിന്റെ കൂടെ ഇത് അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനത് കഴിച്ചു ട്ടാ. ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇതിന്. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ തേങ്ങാപ്പാല് ചേർത്തതാ ഏറ്റവും ഇഷ്ടം. ഇത് സൂപ്പറാണ്. അപ്പൊ എല്ലാവരും ഈ കറിയൊന്ന് ഈ നോമ്പ് കാലത്ത് നോമ്പെടുക്കണവര് പ്രത്യേകമായിട്ട് ഉണ്ടാക്കി നോക്കാട്ടാ. മസാലകളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഈ സമയത്ത് ഇത് ഉണ്ടാക്കി കഴിക്കുന്നത് ആരോഗ്യത്തിനും വളരെ ബെസ്റ്റാ. അപ്പൊ ഉണ്ടാക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയില്ലേ എല്ലാവരും? കമന്റ് ബോക്സിൽ എല്ലാവരും പറഞ്ഞോളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.